കഥ ഇന്ന് വരെ മൊത്തത്തിൽ നമ്മൾ പ്രണയത്തിൽ പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ ഒരു പ്രണയം നടക്കുമ്പോൾ നമ്മൾ പറയും എന്തോ പ്രണയം ഫുള്ള് സക്സസ് ആകുന്നത് എല്ലാ ഓഡ്സിനെയും ബീറ്റ് ചെയ്ത് പ്രണയം സക്സസ് ആക്കുന്നത് സിനിമയിൽ മാത്രമാണെന്ന് പറയും. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല കാണിച്ചത്. പ്രണയം സക്സസ് ആവാത്ത പ്രണയങ്ങളും കാണിച്ചുകൊണ്ട് തന്നെ വളരെ ഒരു റിയലിസ്റ്റിക് ടച്ച് സിനിമയ്ക്കുണ്ട്. കാരണം ഒരു റൊമാൻറ്റിക് സംഭവങ്ങളെ നമ്മൾ അവരെ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് ജീവിപ്പിച്ചാൽ അതിനൊരു കൊമേഴ്ഷ്യൽ വാല്യൂ കൂടും, കാണുന്നവർക്ക് ഇൻട്രസ്റ്റ് ജനിപ്പിക്കും. പക്ഷേ വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ പ്രണയത്തിനെതിരെ നിൽക്കുന്നത് ആര്? നമ്മുടെ സമൂഹം എതിരെ നിൽക്കും, നമ്മുടെ ജാതി മതം, ചിലപ്പോൾ കൂട്ടുകാർ. ഇപ്പോൾ ചിലവർക്ക് ജോലി ഇല്ലാത്തത് കൊണ്ടാണ് പ്രശ്നം. ചിലവർ ജോലിയിലായി കഴിഞ്ഞാൽ അവരുടെ ജോലിയുടെ സ്റ്റാറ്റസും ഇവരുടെ ജോലിയുടെ സ്റ്റാറ്റസും അത് തൂക്കി നോക്കിയിട്ട് അതിൽ പ്രശ്നം. പിന്നെ നമ്മളൊരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ പിന്നെ നമ്മുടെ കൂടെ ഉണ്ടാകുന്നവർക്ക് അതുകൊണ്ടുണ്ടാകുന്ന നാണക്കേട്, അങ്ങനെ ഇതിൽ ടച്ച് ചെയ്യാത്ത ഏരിയകൾ കുറവാണെന്ന് പറയാം നമ്മൾ അങ്ങനെ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ അങ്ങനെ അത് വളരെ സ്ട്രോങ് ആയിട്ടൊരു ഉപദേശം രീതിയിൽ പോകുന്നില്ല. നമ്മളത് ആ ഓരോ 3-4 കഥകൾ കാണുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള കഥകളായിട്ട് അത് അവതരിപ്പിക്കുന്നതിൽ സംവിധാനം വിജയിച്ചിട്ടുണ്ട്. പിന്നെ അവസാനത്തെ ഒരു 10 മിനിറ്റിലേക്ക് അടുക്കുമ്പോൾ കഥ ഒരു ഗംഭീര ടിസ്റ്റിലേക്ക് പോകുന്നുണ്ട്. അതിൽ കുറച്ചൊക്കെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്താണെങ്കിലും ഇങ്ങനെ ഒരു സ്റ്റോറി ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് ആ ഒരു കഥയുടെ മീനിങ് മനസ്സിലാവുന്ന രീതിയിൽ നന്നായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മേപ്പടിയാനിലെ പോലെ തന്നെ വിമർശിക്കേണ്ട, ചിലപ്പോൾ വിമർശിക്കപ്പെടാവുന്ന ചില പൊളിറ്റിക്കൽ സ്റ്റാൻഡുകൾ ഈ സിനിമയിൽ ചില രീതിയിൽ നമുക്കത് അങ്ങനെ വേണമായിരുന്നു എന്ന് തോന്നും. പക്ഷേ ഇതൊരു കഥയാണ്, ഒരു സിനിമയാണ്. സിനിമയെ ആ രീതിയിൽ എടുത്താൽ മതി. പിന്നെ ഇതിനിടയ്ക്കുള്ള ഇപ്പോൾ വേറൊരാൾ ചോദിച്ചു ഇതൊരു അതീസം പ്രചരിപ്പിക്കുന്ന സിനിമയാണോ അങ്ങനെ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പ്രണയം എന്ന് പറയുന്നത് തന്നെ അതീസമാണ്. നമ്മളിപ്പോൾ ഒരാളെ കണ്ട് പ്രേമിക്കുമ്പോൾ അയാളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചില കഥയിൽ അങ്ങനെ ഒരുപാട് നമുക്ക് അണ്ടർലൈൻ ചെയ്ത് അല്ലെങ്കിൽ ചിന്തിച്ച് നോക്കാവുന്ന പല അർത്ഥങ്ങൾ കണ്ടെത്താമെങ്കിലും അതൊന്നും അല്ലാതെ തന്നെ ഒരു 2 മണിക്കൂർ റിലാക്സ് ചെയ്ത് കണ്ടിരിക്കാവുന്ന, ഫാമിലിയുടെ കൂടെ കണ്ടിരിക്കാവുന്ന ഒരു 4 പ്രണയ സ്റ്റോറികളുടെ നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന ഒരു നല്ല ക്ലൈമാക്സിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു നല്ല അനുഭവമായിട്ടാണ് കഥ ഇതുവരെ തോന്നിയത്. ഏറ്റവും നല്ല പ്രണയം എനിക്ക് ഞാനൊരു ഹക്കീം ഷാജഹാനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹക്കീം ഷാജഹാൻ ഒരു അണ്ടർ റേറ്റഡ് ആക്ടറാണ്. പുള്ളി മേജർ വലിയ സിനിമകൾ എണീച്ചാണ്. നമ്മൾ ബിജു മേനോൻ, അനുശ്രീ, നിഖിലയൊക്കെ ആണെങ്കിൽ ഓൾറെഡി വലിയ ഹിറ്റുകളുടെ ഭാഗമായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹക്കീം ഷാജഹാൻ ചെയ്തൊരു റോളുണ്ട്. ആ ഒരു എന്താണ് മൂന്നാറും ആ ഒരു സ്ഥലവും പുള്ളി റോള് വളരെ നിഷ്കളങ്കത പുള്ളി കൊണ്ടുവരുന്നതിൽ വളരെയധികം വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ഹക്കീം ഷാജഹാൻ്റെ പ്രകടനമാണ്. ബാക്കി എല്ലാവരും അവരുടെ റോള് വളരെ, അനുശ്രീ ഇതുവരെ ചെയ്യാത്ത ഒരു കഥാപാത്രമാണ്. പ്രണയം എന്ന് മാത്രമല്ല ആ കഥാപാത്രത്തെ പറഞ്ഞാൽ അത് സ്പോയിലറാവും. അതുപോലെ വളരെ ബോൾഡായിട്ടുള്ള ഒരു ഡിസിഷൻ അനുശ്രീയും റോളിന് വേണ്ടി എടുത്തു. എല്ലാം കൊണ്ടും ഒരു ഫാമിലിക്ക് ഉള്ള എല്ലാമുള്ള ഒരുപാട്, ഒരുപക്ഷെ നമുക്ക് കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അർത്ഥങ്ങൾ കണ്ടെത്താവുന്ന രീതിയിലുള്ള മീനിങ്ങുകളുള്ള ഒരു സിനിമയായിട്ടാണ് കഥ ഇതുവരെ തോന്നിയത്. നല്ല പടം, നന്നായിരുന്നു. നല്ല ചിത്രം ഗംഭീരമായിട്ടുണ്ട്. വിഷ്ണുമോഹൻ നല്ല സിനിമ, നല്ല അടിപൊളി മൂവിയാണ്. വിഷ്ണുമോഹൻ്റെ സെക്കൻഡ് മൂവി അടിപൊളി മൂവിയാണ്. ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. നന്നായിരുന്നു, ഇഷ്ടപ്പെട്ടു, നല്ലായിരുന്നു, നല്ല പടം. സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതാണ് നല്ല പടം, ഒരു ഫാമിലി പടം, എല്ലാവരും കാണണം. നല്ല പടം, നല്ല ഫാമിലി പടം. നല്ല മൂവിയായിരുന്നു. ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. നല്ല പടം, നല്ല സിനിമ. നല്ല മൂവി, നൈസ് മൂവി, അടിപൊളി. നല്ല പടം. ഇമ്പോർട്ടൻസ് ഉള്ള നല്ലൊരു മൂവിയാണ്, എല്ലാവരും പോയി കാണാൻ. അതെ, പ്രണയത്തെ പലതരത്തിലുള്ള പ്രണയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. വളരെ നന്നായിരുന്നു, അതിപ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ
അതെ 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 ആദ്യമായിട്ട് അഭിനയിക്കുകയാണെന്ന് തോന്നില്ല, പ്രത്യേകിച്ച് വലിയൊരു ആർട്ടിസ്റ്റ് ആണല്ലോ, അതിൻ്റെതായ കാണാനുണ്ട്. നന്നായിരുന്നു. പ്രണയം ഏത് പ്രായത്തിലും നമ്മുടെ മനസ്സിലുണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു പിന്നെ അവരെക്കുറിച്ച് നമുക്ക് അഭിപ്രായമുണ്ടല്ലോ. ഇതിൽ ഡാൻസ് അല്ലായിരുന്നു പുള്ളി, അതിനകത്താണല്ലോ നന്നായിരിക്കുന്നു.